ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അപ്പൻ തന്റെ സമ്പാദ്യമെല്ലാം മക്കളെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചു. തന്റെ 2 മക്കളിൽ ആരാണ് കൂടുതൽ വിവേകത്തോടെ പ്രവർത്തിക്കുന്നത് അവന് സമ്പത്തെല്ലാം കൊടുക്കണമെന്ന് അപ്പൻ തീരുമാനിച്ചു. മക്കളിൽ ആർക്കാണ് വിവേകം കൂടുതൽ എന്നറിയാൻ അപ്പൻ 2 മക്കളെയും വിളിച്ച് കുറച്ച് പണം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പണം ഉപയോഗിച്ച് നിങ്ങളുടെ മുറി മുഴുവൻ നിറയുവാൻ തക്കവണ്ണം സാധനങ്ങൾ വാങ്ങിവെക്കണം. 2 പേരും പണം കൈപ്പറ്റി സാധനങ്ങൾ വാങ്ങാനായി പോയി. വൈകുന്നേരം അപ്പൻ 2 പേരുടെയും മുറി പരിശോധിക്കുവാനായി വന്നു. ആദ്യത്തെ ആളുടെ മുറി മുഴുവൻ അവൻ വൈക്കോൽ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പക്ഷേ ദുർഗന്ധവും അഴുക്കും നിറഞ്ഞ് ആ മുറി താമസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. അപ്പൻ 2ാമത്തെ മകന്റെ മുറിയിലെത്തി. അവിടെ കുറച്ച് മെഴുകുതിരികളും സുഗന്ധം പരത്തുന്ന അഗർബത്തികളും കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പന് വലിയ സന്തോഷമായി. 1ാമത്തെയാൾ കുറഞ്ഞ വിലയ്ക്ക് എന്ത് കിട്ടുമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നാൽ 2ാമത്തെ മകൻ വിവേകത്തോടെ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് സന്തോഷവും പ്രകാശവും പരത്തുന്ന വസ്തുക്കൾ വാങ്ങി മുറി മുഴുവൻ നിറയ്ക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. അപ്പൻ 2ാമത്തവന് തന്റെ സമ്പാദ്യമെല്ലാം നൽകി അനുഗ്രഹിച്ചു. വിവേകത്തോടെ പ്രവർത്തിക്കുമ്പോൾ തന്റെ മാത്രമല്ല മറ്റുള്ളവരുടെ സന്തോഷം കൂടി പരിഗണിക്കുക എന്നതും പ്രധാനമാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം വിവേകവും ജ്ഞാനവും പ്രാപിക്കുന്ന മനുഷ്യന്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് വിവേകം സമ്പാദിക്കുക എന്നതാണ് ശലോമോൻ അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതിൽ നീതിയോടെ പ്രവർത്തിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. നമുക്ക് എപ്പോഴും എഴുതി തയ്യാറാക്കിയ നിയമവ്യവസ്ഥകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. നിയമം വിട്ട് യാതൊന്നും ചെയ്യാതെ എല്ലാം നിയമത്തിന് വിധേയമായി ചെയ്യാൻ ശ്രമിക്കുന്നവരുമാണ്. യേശുക്രിസ്തുവിന്റെ കാലത്തും ഇതുപോലെ നിയമം അണുവിട തെറ്റിക്കാതെ എല്ലാം നിയമവിധേയമായി ചെയ്യാൻ ശ്രമിച്ചിരുന്ന പരീശന്മാരുണ്ടായിരുന്നു. എന്നാൽ ശാബത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകുന്നതിലൂടെ കർത്താവ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നിയമത്തെക്കാൾ വലുതാണ് മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവുമെന്ന്. വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നാൽ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുക എന്നതുകൂടി അർത്ഥമാകുന്നു. അപ്പന്റെ ഉപദേശം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന മകനേക്കാൾ അപ്പനിഷ്ടമായത് വിവേകത്തോടെ പ്രവർത്തിച്ച മകനെയാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നൽവരങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വിവേകമെന്നത്. വിവേകമുണ്ടായാൽ പോരാ, അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. നീതിന്യായ വ്യവസ്ഥകളൊക്കെ ആധാരമാക്കുമ്പോൾ ആരും അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ കഴിയണം. എല്ലാവരുടെയും സമാധാനവും സന്തോഷവുമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല. യാത്രമധ്യേ ആരെല്ലാം തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല. യാത്രമധ്യേ ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ.